എടാ ഒരു കാര്യമുണ്ട്, നീ ആ ശാന്തേച്ചിന്റെ കൂടെ സൗമ്യമായിട്ട് വർത്താനം പറഞ്ഞ് ശ്രദ്ധിക്കണം. എടാ ഞാൻ വായ തട്ടുന്നില്ല വർത്താനം പറഞ്ഞു. അതാ പറയുന്നു, നീ വാഴ തട്ടുന്നോ കുണ്ടടയെന്നോ ഏടുന്ന് വർത്താനം പറഞ്ഞു. നീ അന്ന് പറഞ്ഞില്ലേ അതിന്റെ തൊട്ടപ്പുറം നാം തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നു. അവരൊന്നും കണ്ടില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. പോരാത്തനോളെ ഏട്ടനുണ്ട് നാട്ടിൽ വന്നിട്ട്. അതിനെന്താന്ന് ഓൻ വന്നാലും ഓൻ അറിയുന്നില്ലല്ലോ. കണ്ടില്ലല്ല, നല്ല സൈസിലൊരു ഗുണ്ട അങ്ങനെ കണ്ട അങ്ങനെ പോകുന്നു. മണ്ടയായാലും അടി കിട്ടിയിട്ട് ഞാൻ ഓടും മോനെ, എനക്ക് കഴിയല്ല. ഓക്കൊരു കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. എനിക്കെന്തിനു കുഴപ്പമോ? കിട്ടുന്നുണ്ടെ ഞാൻ ഷെയർ ചെയ്യണം നിന്റെ അടി. എന്തിനാണ് പിന്നെ അടിയിലും കിട്ടും. അടീന്റെ വയറ്റില്ല മോനെ, ഈ അടിയാന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതിന്. ഈ അടി ഞാൻ പറയിപ്പിക്കണ്ട. നാട് മൊത്തം മാറിപ്പോയല്ലോ. മൊത്തം മാറിക്ക് പുല്ലൊന്നും പേക്കാനാടില്ല. അതാരാ വരുന്നത്? ഭാവി അടിയെ തനിക്ക് എന്തല്ലാടാ, എന്നെ പറ്റി കൊറേ കാര്യം ഞാൻ അറിഞ്ഞേട്ടാ. കുറിച്ചെല്ലാം അറിഞ്ഞ പറയുന്നത്. ഓരൊന്നും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പെരുമാറും. അല്ല നിങ്ങളെ പിന്നെ വന്നേ? ഞാൻ വന്നിട്ട് 1-2 ദിവസമായി. ഈ നാടെല്ലാം അങ്ങ് മാറിപ്പോലടാ. നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്. നിങ്ങളെല്ലാം സ്വഭാവം നല്ല മാറ്റം ഉണ്ടല്ലേ? നാട്ടുകാരെല്ലാം പറയുന്ന കേട്ടല്ലോ. നീങ്ങ വാ. ഞാനാ നീയല്ല ഞാനാ? എന്തേനും നീ വാ, ചോദിക്കട്ടെ. അല്ലെങ്കിൽ എനിക്ക് രണ്ടെണ്ണം കിട്ടുന്നതല്ല. നന്നായിട്ട് പരിപാടി. പരിപാടി ഞാൻ ഇന്ന് രാവിലെ പോലെ നിർത്തി. ഇതൊന്നും ഉണ്ടാവില്ല, ഉറപ്പായിട്ടുണ്ടാവില്ല. എടുത്തു സാധനം, എടുത്തു സാധനം കൊടുത്തതാ. ഞാൻ അങ്ങനത്തെ എനിക്ക് അങ്ങനത്തെ ഒരു ദുശ്ശീലമില്ല, ഒന്നുമില്ല. സത്യം അങ്ങനത്തെ ദുശ്ശീലമില്ല. വെറുതെ കൊതിപ്പിക്കല്ലേ ഏട്ടാ. ഞാൻ നാട്ടിൽ വന്നാൽ ആദ്യം പറഞ്ഞ പേര് ഇന്റെ പേരാണ്. എന്റെ കയ്യിലില്ല, ഞാൻ അങ്ങനത്തെ ഒന്നും വിൽക്കലില്ല. നീ പോയിടെ കിട്ടുവാ. ഇനിയിപ്പോ നമ്മളെ കുമാരേട്ടന്റെ വീട്ടില് കൊപ്പരപ്പീടിയല്ലേ, അവിടെ എല്ലാവരും പോന്നതാണ് ഇത് വാങ്ങി. അവിടെ കിട്ടൂലേ? എന്നാ വൈകിട്ടാണ് കേട്ടാ. അടി കിട്ടിയല്ലടാ.